Today we discuss about the exceptions of law of demand. First point, given goods. Given goods are inferior goods whose demand increases with the increase in its price. Given goods inferior goods ആണ്. Inferior goodsന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ നെസസറി ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഒക്കെ നമുക്ക് സോൾട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എസെൻഷ്യലാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും അതിൻ്റെ ഡിമാൻഡിന് എഫക്റ്റ് ചെയ്യില്ല, ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ഫസ്റ്റ് എക്സെപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാം, ഗിഫൺ ഗുഡ്സ്. ദെൻ വെബ്ലൻ ഗുഡ്സ്. വെബ്ലൻ ഗുഡ്സ് തോസ്റ്റീൻ വെബ്ലൻ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റാണ് ഈ ഒരു വെബ്ലൻ ഗുഡ്സ് പ്രപ്പോസ് ചെയ്തത്. അതായത് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു വെബ്ലൻ, ദർ ആർ എ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who measure the utility of the commodity purely by its price. വെബ്ലൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് വെച്ചുകൊണ്ടാണ്. പ്രൈസ് ഹൈ ആണെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി ഹൈ ആയിരിക്കും, പ്രൈസ് കുറവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു അസംപ്ഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ, എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ് ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. When the consumer expects that the price of a commodity is likely to further increase in the future, then he will buy more of it despite its increased price. അതായത് കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യാണ് ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഫ്യൂച്ചറിൽ ഇനിയും ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ ആ ഹൈ പ്രൈസിൽ കൂടുതൽ ബൈ ചെയ്യും. ശരിക്കും നമുക്ക് ലോ ഓഫ് ഡിമാൻഡിൽ നമുക്ക് വേണ്ടത് പ്രൈസ് കൂടുതലാണെങ്കിൽ ലെസ്സാണ് ഡിമാൻഡ് ചെയ്യേണ്ടത്. പക്ഷേ അയാൾ എക്സ്പെക്റ്റ് ചെയ്യാണ് ഇനിയും പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഇനിയും അത് ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ആ ഒരു ഹൈ പ്രൈസിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇഗ്നോറൻസ് ആണ്. ഓഫൺ പീപ്പിൾ ആർ മിസ്കൺസീവ്ഡ് ആസ് ഹൈ പ്രൈസ്ഡ് കമ്മോഡിറ്റി ആർ ബെറ്റർ ദാൻ ദ ലോ പ്രൈസ്ഡ് കമ്മോഡിറ്റി ആൻഡ് ദ റെസ്റ്റ് ദെയർ പർച്ചേസ് ഡിസിഷൻ ഓൺ സച്ച് എ നോഷൻ. ഇഗ്നറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകൾ വിചാരിക്കുകയാണ് ഹൈ പ്രൈസ്ഡുള്ള കമ്മോഡിറ്റീസ് ആണ് ബെറ്റർ, ലോ പ്രൈസ്ഡ് കമ്മോഡിറ്റിയേക്കാൾ ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ ഇഗ്നോറൻസ് ആണ്, അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത് ഹൈ പ്രൈസ് ആണെങ്കിൽ അതൊരു ബെറ്റർ കമ്മോഡിറ്റിയാണ് ദാൻ ദ ലോ പ്രൈസ്ഡ് കമ്മോഡിറ്റി. നെക്സ്റ്റ് വൺ, എമർജൻസീസ്. During emergencies such as war, natural calamity, flood, drought, earthquake, etc., the law of demand becomes ineffective. In such situations, people often fear the shortage of essential and hence demand more goods and services even at higher price. അപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉള്ള സമയത്ത്, ഇപ്പോൾ ഫ്ലഡ് പോലെയുള്ള ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് ആ ഒരു ഷോർട്ടേജ് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ആളുകളെല്ലാം തന്നെ അത്രയും ഒരു ഹയർ പ്രൈസിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അതും ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷനിലാണ്. Then change in fashion, taste and preference. The change in fashion, taste and preference of the consumer denies the effect of law of demand. അതും law of demand deny ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. The consumer tends to buy those commodity even at a higher price. ഇപ്പോൾ ഒരു കൺസ്യൂമർ അയാളുടെ ഫാഷൻ അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റ്, അയാളുടെ പ്രിഫറൻസ്, അയാൾ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ആണെന്ന് വിചാരിക്കുക. ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള സാധനങ്ങൾ മാത്രമേ അയാൾ ഉപയോഗിക്കാറുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ പ്രൈസ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് യാതൊരു ഇമ്പോർട്ടൻസും പ്രൈസിനില്ല. എത്ര ഹയർ പ്രൈസ് ആയാലും അയാളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കമ്മോഡിറ്റി അയാൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതും ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷണൽ കേസാണ്. ദെൻ നമുക്ക് അടുത്ത പോയിന്റായിട്ട് പറയാം, കോൺസ്പീഷ്യസ് നെസസിറ്റീസ്. There are certain commodities which have become essentials of the modern life. These are the goods which consumer buys irrespective of an increase in the price. For example, television, refrigerator, automobiles, washing machines, air conditioners, etc. അതായത് കുറച്ച് കമ്മോഡിറ്റീസ് നമുക്ക് ഒരു ഡെയിലി ലൈഫിൽ, നമ്മുടെ ഒരു മോഡേൺ ലൈഫിൻ്റെ എസെൻഷ്യൽസ് ആയിട്ട് നമുക്ക് കുറച്ച് കമ്മോഡിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എപ്പോഴും, വാട്ട് എവർ ബി ദ പ്രൈസ്. ഒരു പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ നോക്കാതെ തന്നെ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒരു മോഡേൺ ലൈഫിൻ്റെ പാർട്ടായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, ഓട്ടോമൊബൈൽസ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണേഴ്സ്. ഇതെല്ലാം തന്നെ എത്ര പ്രൈസ് ആയിക്കഴിഞ്ഞാലും, എത്ര പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡിന് അത് എഫക്റ്റ് ചെയ്യില്ല, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യില്ല.
ഡിമാൻഡ് ഡിക്രീസ്, അതായത് ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണ്. ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ കോമൺ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് wherein the consumer tries to purchase those commodity which are bought by his friends, relatives and neighbors. ബാൻഡ് വാഗൺ ഇഫക്റ്റ് നമുക്കിപ്പോൾ ഒരു നൈബറിങ് ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്, റിലേറ്റീവ് അല്ലെങ്കിൽ നൈബേഴ്സ് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. ആ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളിലേക്കും കൂടെ അതിൻ്റെ അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മളിലേക്കും വരിക. അവരങ്ങനെ ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്കും കൂടെ അങ്ങനെ ചെയ്യാം. ആ ഒരു ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി വരുന്ന ഒരു ഇഫക്റ്റാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. അപ്പോൾ അവിടെയും നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നൈബർ അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്തു, അതിൻ്റെ പ്രൈസ് ഹൈ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഡിമാൻഡ് ചെയ്യാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു മാറ്ററായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതും ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിൽ ഗിഫൺ ഗുഡ്സ്, വെബ്ലൻ ഗുഡ്സ്, എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ്, ചേഞ്ച് ഇൻ പ്രൈസ്, അതുപോലെ തന്നെ ഇഗ്നോറൻസ്, എമർജൻസി, ചേഞ്ച് ഇൻ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ദെൻ കോൺസ്പീഷ്യസ് നെസസിറ്റീസ്, ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഇത്രയാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസ്. താങ്ക് യു.